ബസ് റൂട്ട് ഇല്ല അതിലെ. തൃശ്ശൂർക്ക് പോണെങ്കിൽ 650 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കണം, വടക്കാഞ്ചേരിക്ക് 300 രൂപ കൊടുക്കണം. അപ്പൊ ഞാൻ അവിടെ വയ്ക്കുന്നത് ബോട്ടിയും കൊള്ളിയും ബീഫൊക്കെയാ. അപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, നമ്മളതിന്റെ മാതിരിക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ എന്താ ചെയ്യണ, ജീവിക്കാതെ പറ്റുമോ അല്ലേ? ദൈവം തന്ന ജീവൻ അങ്ങനെ കളയാനും പറ്റുമോ നമുക്ക്? എൻ്റെ വീട് അങ്കമാലിക്ക്, ഇവിടെ വന്നിട്ട് തന്നെ കുറേ കഷ്ടപ്പാട് അനുഭവിച്ചു. പിന്നെ തമിഴന്മാരോട് പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആവുന്നത് ഞാൻ കട തുറക്കും, വയ്യെങ്കിലും കട ഒന്ന് തുറക്കും. പൂമലയെന്ന കർഷക ഗ്രാമം പുറം ലോകത്ത് അറിയപ്പെടുന്നത് മനോഹരമായ ടൂറിസ്റ്റ് വില്ലേജ് എന്ന നിലയിലാണ്. പൂമല ഡാം, പത്താഴക്കുണ്ട് ഡാം, ചെപ്പാറ റോക്ക് ഗാർഡൻ, വട്ടായി വെള്ളച്ചാട്ടം, ആനപ്പെരുവഴി വ്യൂ പോയിൻ്റ് അഥവാ മിനി ഊട്ടി എന്നിവ ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. പൂമലയിൽ 2 ഡാമുകളാണ് ഉള്ളതെങ്കിലും കുട്ടികൾക്കായുള്ള പാർക്കും കൺവെൻഷൻ സെൻ്ററും നിലകൊള്ളുന്നത് പൂമല ഡാമിൽ മാത്രമാണ്. കുടിവെള്ളത്തിനും ജലസേചനത്തിനുമാണ് ഡാമുകൾ ഇവിടെ പണി കഴിപ്പിച്ചതെങ്കിൽ വട്ടായി വെള്ളച്ചാട്ടവും ചെപ്പാറയും ആനപ്പെരുവഴിയുമൊക്കെ പ്രകൃതി സൗന്ദര്യം എടുത്തു കാട്ടുന്നവയാണ്. റിസോർട്ടുകളുടെ ഗ്രാമമെന്ന വിളിപ്പേരും പൂമലയ്ക്ക് ഇപ്പോഴുണ്ട്. പൂമല കേന്ദ്രീകരിച്ച് 30ലേറെ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നു. തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കൈവശപ്പെടുത്തുന്നതുവരെ പൂമല വലിയൊരു വനമായിരുന്നു. ഈ വനത്തിൻ്റെ ഭാഗമായുള്ള വലിയ പാറക്കൂട്ടമാണ് പൂമലയിലെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ ചെപ്പാറ റോക്ക് ഗാർഡൻ. 6000 വർഷത്തിലേറെ പഴക്കമുള്ള മുനിയറകളാണ് ചെപ്പാറയെ പ്രശസ്തമാക്കുന്നത്. ഗ്രാമത്തിൻ്റെ പച്ചപ്പിനിടയിൽ കണ്ണെത്താ ദൂരത്തിൽ നീണ്ടുപരന്നു കിടക്കുന്ന വലിയ കരിമ്പാറയാണ് ചെപ്പാറ. മുകളിലേക്ക് പിടിച്ചു കയറാൻ കമ്പി കൊണ്ടുള്ള കൈവരിയുമുണ്ട്. ഇതുകൂടാതെ ഇരിപ്പിടങ്ങൾ, വൈദ്യുതി വിളക്കുകൾ തുടങ്ങിയ നവീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ചെറിയൊരു തടാകവും ചെപ്പാറയ്ക്ക് മുകളിലുണ്ട്. ചരിഞ്ഞ പ്രതലമായതിനാൽ ചെപ്പാറയ്ക്ക് മുകളിലേക്ക് സന്ദർശകർക്ക് വളരെ എളുപ്പത്തിൽ കയറാൻ കഴിയും. മിക്ക ദിവസങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് ചെപ്പാറയിൽ കാണാം. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 16 കിലോമീറ്ററും പൂമല ഡാമിൽ നിന്ന് 4 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഇത്രയൊക്കെ ആണെങ്കിലും ചെപ്പാറയെക്കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം മറ്റൊന്നാണ്. ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതുവരെ ചെപ്പാറ അവർക്ക് എന്തായിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറയും. എൻ്റെ പേര് വിളിക്കുന്നത് കൊച്ച്, വർഗീസ് എന്നാണ് പേര്. അപ്പോൾ എത്ര കാലം ഇവിടെ താമസം തുടങ്ങി? 70 വർഷമായി. മുൻപ് കോട്ടയത്തായിരുന്നു? ഞങ്ങൾ കോട്ടയം. കറക്റ്റ് പ്രോപ്പർ കോട്ടയമാണോ? കോട്ടയം പാമ്പാടി. അവിടെ പൂർവികരായിട്ട് കൃഷിയായിരുന്നു ചെയ്തിരുന്നത്? അതെ അതെ. ഇവിടെ കൃഷിയുടെ ആവശ്യത്തിനായിട്ട് വന്നു. അങ്ങനെ വന്നു. അപ്പോൾ ഈ ചായക്കട ഇത് ഞാൻ കുറച്ച് കാലമേ ഉള്ളൂ, 30 വർഷമായി ഇതിങ്ങനെ ഇവിടെ ആക്കി. ഇവിടെ ഈ യൂണിയൻ പണിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു കട വേണമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് അങ്ങനെ ഉണ്ടാക്കി. അതല്ലേ. ഇപ്പം അപ്പുറം ഇപ്പുറയൊക്കെ കടകൾ വന്നപ്പോൾ കച്ചവടം ഇത്തിരി കുറവുണ്ട് എന്നുള്ളതല്ല. എന്നാലും ഞാൻ നിർത്തിയിട്ടില്ല. നടക്കാവുന്നിടത്തോളം കാലം വരും. കച്ചവടം കുറഞ്ഞാലും കൂടിയാലും ഇത് നടത്തിക്കൊണ്ട് പോകും. ആ ഒരു പാരമ്പര്യവും പഴയ ഓർമ്മകളും നാട്ടുകാരോടുള്ള സ്നേഹവും നടക്കുക എന്നുള്ള രീതിയിൽ നടക്കുന്നു. ഈ ചേപ്പാറയെ കുറിച്ച് എന്താണ് ഓർമ്മകളുള്ളത്? ഓർമ്മ, ഞങ്ങൾ വരുന്ന കാലം മുതലേ ചെപ്പാറ ഇങ്ങനെ വലിയൊരു പാറ അവിടെയുണ്ട്. അപ്പോൾ അന്ന് ഇതുപോലെയൊന്നും ജനങ്ങൾ അവിടെയൊന്നും, നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ വല്ലവരും കയറുകയോ കന്നുകാലി തീറ്റാൻ പോവുകയോ ആടുകളെയും കൊണ്ട് പോവുകയോ അല്ലാതെ ഇന്നത്തെ മാതിരി അവിടെ ടൂറിസം ഒന്നുമില്ല അവിടെ. ഇപ്പോൾ കണ്ടമാനം വണ്ടികൾ വരികയും ഭയങ്കര തിരക്ക്. വിശേഷ ദിവസങ്ങളാകുമ്പോഴത്തേക്ക് വഴിയെ നടക്കാൻ പോലും പറ്റില്ല, അതുപോലെ വണ്ടികളാണ്. അതിൻ്റെ ഇപ്പുറം വലിയൊരു മടയുണ്ട് ഈ പാറയുടെ സൈഡ്. പാറ പൊട്ടിച്ചിട്ടാണോ? അല്ലല്ല, അത് പഴയ ഈ പാറയ്ക്ക് തനിയേ ഉള്ള ഒരു, അതിൽ ഈ പുലികളും ഇതൊക്കെ അന്ന് കാലത്ത് മടയാണോ? പുലിമടയാണോ? പുലിമട ഉണ്ടായിരുന്നു. അതിൽ കയറി ആടുകളെ പിടിച്ചു കൊണ്ടുപോവുകയും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന കാലങ്ങളിൽ. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പം പുലിയില്ല, ഒന്നുമില്ല. പാറ ഇങ്ങനെ കുറേ വിസ്താരത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഈ മുനിയറ, അതൊരു ഈ ഇതുപോലെയുള്ള വെട്ടുകല്ലാണ് സൈഡ്.
മുകളിലൊരു കരിങ്കല്ലാണ് പരന്നത്, ഒരു പാറ പോലെ ഒരെണ്ണം അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ട്. അതിന് 1-2 കല്ലുകളായിട്ട് ഇനിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ അത് കൂടാതെ പ്രത്യേകമായിട്ട് അതിനകത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പം ഈ ടൂറിസം വന്നപ്പോൾ അവിടെ ഒരു കുളിക്കാനായിട്ടുള്ള ഒരു ഡാം പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ പേര് ലിജോ. ചെപ്പാറയുടെ ചോട്ടിൽ തന്നെയാണ് താമസിക്കണേ. പിന്നെ ചെപ്പാറേനെ പറ്റി പറയുകയാണെങ്കിൽ മുനിയറയൊക്കെ ആദ്യകാലത്തൊക്കെ നമ്മൾ ചെറുതായിരുന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറായിരുന്നു. മറ്റേ അന്ന് കല്ല് ഇപ്പോൾ പൊടിഞ്ഞ് ചെറുതായി ഒക്കെ വന്ന് ചെറുതായി കാണാത്ത രീതിയിലൊക്കെ ആയതാണ്, കയറാൻ പറ്റാത്ത രീതി. ഇപ്പോഴാണ് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ പണിയൊക്കെ ഒരു 2-3 വർഷമായി ഉണ്ടാവുള്ളൂ പണി. ഇക്കോ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിട്ടില്ലേ? മറ്റേ ഈ ഉരുൾപൊട്ടൽ പുറാഞ്ചേരി ഉണ്ടായ സമയത്തായിരുന്നു അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അത് അങ്ങനെ അവിടെ നിന്ന് പണികളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ പുരോഗമനമൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് മുകളിൽ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തു, സോളാർ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്താണ് ഇരിക്കാനുള്ള സ്ഥലം. പിന്നെ അവിടെ ഒരു ചെക്ക് ഡാം പണിതുണ്ടായിരുന്നു പഞ്ചായത്ത്. ചെപ്പാറയ്ക്ക് സമീപം ചായക്കട നടത്തുന്ന ആനിച്ചേച്ചിയുടെ കഥ വ്യത്യസ്തമാണ്. കുടിയേറ്റ കർഷക കുടുംബാംഗമാണ് ആനിച്ചേച്ചി. വിനോദസഞ്ചാരികൾക്ക് ലഘുഭക്ഷണം തയ്യാറാക്കി നൽകുന്ന തിരക്കിനിടെ ആനിച്ചേച്ചി തൃശ്ശൂർ ബസ്സിനോട് കഥ പറഞ്ഞു തുടങ്ങി. എൻ്റെ പേര് ആനിന്ന്. ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ട് 12 വർഷമായി തുടങ്ങിയിട്ട്. അന്ന് ഇത് ടൂറിസം ഒന്നും ആയിട്ടില്ല. ഇവിടെ താഴെ ഒരു കോറി ഉണ്ടായിരുന്നു, അമ്മക്കാരുടെ കോറി ഉണ്ടായിരുന്നു. കോറിയിലെ പണിക്കാരെ കണ്ടിട്ട് തുടങ്ങിയതാണിത്. പിന്നെ കോറി അവർ നിർത്തിപ്പോയി. പിന്നെ എന്നാലും ഞാൻ കട നിർത്തിയില്ല, ഞാൻ കട തുടങ്ങി. അതിന് ഭക്ഷണത്തിനൊക്കെ നല്ല ചിലവായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇതിപ്പോൾ 5-8 കൊല്ലമായിട്ടുള്ളൂ ടൂറിസമായിട്ട്. പിന്നെ കൈവരി വെച്ചിട്ടും 6-7 വർഷമായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ആൾക്കാർ വന്നു പോണു, ഭക്ഷണം കൊടുക്കണു. ഇവിടെ ബീഫ്, കൊള്ളി, ബോട്ടി, പിന്നെ ചായക്കടികൾ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നു. ഞാനും ഉണ്ടാവും, ചേട്ടനും ഉണ്ടാവും. കുപ്പിവെള്ള. എൻ്റെ വീട് അങ്കമാലി കാലടി. മക്കള് അവര് വണ്ടി ഓടിക്കലും ഇതൊക്കെ ആയിട്ട്. വീട് എവിടെയാണ്? വീട് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കണത്. ഈ ചായക്കടയോട് ചേർന്ന് താമസിക്കണത്. പിന്നെ വീട് ലേശം അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരെണ്ണമുണ്ട്. അത് മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോവില്ല. അത് കാരണം പിന്നെ ചേട്ടന് ഞങ്ങളൊക്കെ ഇവിടെ തന്നെ താമസിക്കണത്. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ, കാട്ടുമൃഗങ്ങളുടെ പന്നിശല്യം ഭയങ്കര. നമുക്ക് ഒരു ചീനി തൈ പോലും നടാൻ പറ്റില്ല. ഒക്കെ വന്ന് മഞ്ഞൾ, ചേന, ചേമ്പ്, സർവത്രാതി കുത്തി ഞൊളച്ച് കൊണ്ടുപോകും. പഴയ പോലെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റൂല. പന്നിശല്യം ഭയങ്കര. കുടിയേറ്റ കർഷകരാണോ? അല്ലല്ല, എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന ഈ നാട്ടിൽ ഫസ്റ്റിൽ വന്നത് എൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും അവരുടെ അപ്പനും അമ്മയൊക്കെ ആയിട്ടാണ് വന്നത്. അത് കർഷകരായിട്ടല്ലേ വന്നത്. അവര് വന്നിട്ട് അവര് ഇവിടെ കൂത്താട്ടോളം രാമൂരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ശരിക്കും നിങ്ങള് കുടിയേറ്റ കർഷക ഫാമിലിയാണ്? ഞാനതല്ല, എൻ്റെ ഭർത്താവിന്റെ ഫാമിലി അങ്ങനെയാണ്. പക്ഷെ അവര് വന്നിട്ട് ഇപ്പൊ 80-90 വർഷം കണ്ടിട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മാമ്മയും അപ്പാപ്പനും വന്നിട്ട് അവരാണ് ഫസ്റ്റിലൂടെ വന്നത്. അവിടെ അമ്മാമ്മ ഒരു വയറ്റാട്ടിയായിരുന്നു. ഇപ്പൊ ആ തൊഴിലൊന്നും ഇല്ല. അമ്മ മരിച്ചു. അമ്മ 115 വയസ്സിലാണ് അമ്മ മരിച്ചത്. പിന്നെ ആള് വയറ്റാട്ടിയായിരുന്നു. ഈ നാളിലെ എല്ലാവരും പ്രസവം എടുത്ത് പുള്ളിക്കാരിത്തിയ. എന്താ പേരാളെ? അമ്മയുടെ പേര് വയറ്റാട്ടിയായിരുന്നു. എന്നുവെച്ചാൽ നല്ല സുന്ദരിയാ കാണാനൊക്കെ. അങ്ങനെ എല്ലാ മക്കളെയും പുള്ളിക്കാരിത്തി. അന്ന് ആശുപത്രി അങ്ങനെ കാര്യങ്ങൾ ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇപ്പൊ 5-8 കൊല്ലമായിട്ടുള്ളൂ വന്നു തുടങ്ങിയിട്ട്. അതിക്ക് മുന്നൊന്നും ഈ പാറയ്ക്ക് ഒരു വിലയില്ലാതെ കിടന്നതാ. ആടും കന്നാലിയൊക്കെ ആൾക്കാർ തീറ്റാൻ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിന്റെ മുകളില് പണ്ട് കാലത്ത് മുനിമാര് താമസിച്ചിരുന്ന സ്ഥലമുണ്ട്, മുനിയറകളുണ്ട്. 2-3 സ്ഥലത്ത് ഇങ്ങനെ വളയിട്ട്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ചെക്ക് ഡാം പണിത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം പറ്റാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വന്നുണ്ട്. ദിവസവും ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാർ രാവിലെ തന്നെ വെളുപ്പിനെത്തും ഫോട്ടോഗ്രാഫര്. കാരണം വെയിൽ ഉദിച്ചാൽ പിന്നെ ഭയങ്കര ചൂടല്ലേ. അത് കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ.
അപ്പം അങ്ങനെ വരും. അവരിവിടെ വന്ന് ഒന്നെങ്കിൽ ഉപ്പ് സോഡ കുടിക്കുക, അല്ലെങ്കിൽ സോഡ സർവത്ത് കുടിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കും, അല്ലെങ്കിൽ ഒരു ഉപ്പി വെള്ളം വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെ ഇപ്പം അവർ പറയും ഇങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു. ആദ്യമേ ആൾക്കാർ പറയും ഇങ്ങനെ ഒരു കട ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഭാഗ്യം, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല, അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇവിടെ അങ്ങനെ കിണർ കുത്തി അങ്ങനെ വെള്ളമൊന്നുമില്ല. ഇപ്പൊ ജലനിധി വെള്ളമുണ്ട്, അത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. മാസം 250 രൂപ വെച്ചിട്ട് കൊടുത്താൽ മതി, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. കോവിഡിന് ശേഷം പൊതുജനം ബസ് യാത്രയിൽ നിന്ന് പുറകോട്ട് പോയതോടെ നിരവധി സർവീസുകളാണ് നിലച്ചു പോയത്. പൂമലയിൽ ഇതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരുന്നു. ചെപ്പാറയ്ക്ക് സമീപം ചായക്കട നടത്തുന്ന ആനി ചേച്ചിക്കും പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അടുത്തുള്ള ടൗണിലേക്കും പൂമലയിലെ ഇടവക പള്ളിയിലേക്കും പോകാൻ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ആനി ചേച്ചിക്ക്. ബസ്സുകളുടെ അപര്യാപ്തത സമൂഹത്തിലുണ്ടാക്കുന്ന ദുരവസ്ഥയുടെ പ്രത്യക്ഷ ഉദാഹരണമാണിത്. ബസ് റൂട്ട് ഇല്ല അതിലെ, ബസ് ഇല്ല, അതൊരു ബുദ്ധിമുട്ടുള്ളൂ. ബസ് റൂട്ട് ഇല്ല ഇവിടെ. ബസ് റൂട്ട് ഉണ്ടെങ്കിൽ ഒരു ജനങ്ങൾക്ക് പോവാനും വരാനൊക്കെ സുഖമാണ്. ഇതിപ്പോ ഓട്ടോറിക്ഷ വിളിക്കണം. ഇപ്പൊ ഞാൻ മാർക്കറ്റിൽ പോവാണെങ്കിലും ഇപ്പൊ വടക്കാഞ്ചേരിക്ക് പോകണമെങ്കിലും 300 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ബസ് കിട്ടാൻ എവിടെ വരെ പോകണം? ബസ് കിട്ടാൻ മൃഗാശുപത്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണം. അത് എന്നാലേ ബസ് ഉള്ളൂ, അതും സമയത്തിനുള്ളൂ. എപ്പോഴും ഇവിടെ ടൗൺ പോലെ എപ്പോഴും ഇല്ല. പൂമലയ്ക്ക് പോവാറുണ്ടോ? പൂമലയ്ക്ക് പോവാറുണ്ട്. അത് പോവാണെങ്കിൽ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോവാനേ പറ്റുള്ളൂ, ബസ് ഇല്ല. നിങ്ങളെ അടുത്തുള്ള പള്ളി ഏതാണ്? പള്ളി പൂമല പള്ളി, ലിറ്റിൽ ഫ്ലവർ. പള്ളി. അത് എല്ലാ ഞായറാഴ്ച അവിടേക്ക് വരണ്ടേ? അത് ഞായറാഴ്ച ദിവസം അവിടെ പള്ളിയിൽ പോകണം. പിന്നെ അതെങ്ങനെ പോകുന്നത്? ഇവിടുന്ന് നടന്നു പോവാനൊന്നും പറ്റില്ല, കാലൊക്കെ വയ്യ. അപ്പൊ ഓട്ടോ വിളിച്ച് പോണം. എല്ലാ ഞായറാഴ്ചയും പോകും? എല്ലാ ഞായറാഴ്ചയും ഞാൻ പോവില്ല, എല്ലാ ഞായറാഴ്ചയും പോകുമ്പില്ല. കാരണം ഞായറാഴ്ച ദിവസമാണ് നമുക്ക് ഇവിടെ ആൾക്കാർ കാലത്തേരൊക്കെ വെച്ചിട്ട് ആൾക്കാർ വന്നെ. അപ്പൊ ഇച്ചിരി ചായ ആയാലും വെള്ളമായാലും കൊടുക്കാനായിട്ട് നമ്മൾ കാലത്ത് തന്നെ ഇവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ആവുന്നത്. ഞാൻ കട തുറക്കും, വയ്യെങ്കിലും കട ഒന്ന് തുറക്കും. കാരണം ആൾക്കാർക്ക് വരുമ്പോ ഇപ്പൊ ഒരു വെള്ളം കിട്ടണമെങ്കിൽ കുടിക്കണമെങ്കിലോ ഇപ്പൊ നമ്മള് കട ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇവിടെ കടയിട്ടുണ്ടിരിക്കുമ്പോഴൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ, അന്ന് വേറെ തട്ടുകടകളൊന്നും പ്രത്യേകിച്ച് ഇല്ല. അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ വന്ന ആൾക്കാര് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ ഇവിടെ വയ്ക്കുന്നത് ബോട്ടിയും കൊള്ളിയും ബീഫൊക്കെയാ. അപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, നമ്മളതിൻ്റെ മാതിരിക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ തന്നെ. ഒന്നെങ്കിൽ തൃശ്ശൂർക്ക് പോകണമെങ്കിൽ 650 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കണം, വടക്കാഞ്ചേരിക്ക് 300 രൂപ കൊടുക്കണം. ഈ 650 കൊടുത്തൊന്നും നമ്മളതിന് സാധിക്കില്ല, കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഗതാഗതം ദുരിതമാണ്. അത് തന്നെ, ബസ്സില്ല. ബസ് റൂട്ട് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഞങ്ങൾക്ക് ആ ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ആ ബസ്സിന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോരാ, അങ്ങനെയൊക്കെ ചെയ്യാം. ബസ് റൂട്ട് മാത്രം ഇല്ല അതില്ല. കറണ്ടിനായി പണ്ട് എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടിരുന്ന, ഞാൻ ഇവിടെ വന്നിട്ട് 36 വർഷമായി. കറണ്ട് ഉണ്ടായിരുന്നില്ല, വെള്ളവും വെളിച്ചവും ഇല്ല. ഇതൊക്കെയായിരുന്നു. കാലൊക്കെ തട്ടി കാലിന്റെ വിരലിന്റെ നഖമൊക്കെ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. പാറക്കെട്ടുകൾ ഇങ്ങനെ റോഡിലിരുന്ന്. പിന്നെ ഇവിടെ ലിസേച്ചി എന്ന് പറഞ്ഞ മെമ്പറായിരുന്നു. ആ മെമ്പർ പഞ്ചായത്തിൽ ജയിച്ചു വന്നപ്പോഴാണ് കറണ്ട് വന്നതും പിന്നെ ഈ റോഡ് ടാറിങ്ങും ഒക്കെ ആയത്. അങ്ങനെ ഇപ്പൊ കറണ്ട് കുഴപ്പമില്ല, വെട്ടവും വെളിച്ചമൊക്കെ ആയി. വെള്ളത്തിനും കുഴപ്പമില്ല. വെള്ളം ജലനിധി ഉണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ വെള്ളം. കിണർ കുത്തിയാ കിട്ടില്ല, കുഴലടിച്ചാ കിട്ടും. വീട്ടില് കുഴലടിച്ചിട്ട് ഇഷ്ടം പോലെ വെള്ളം, സമൃദ്ധി വെള്ളമാണ്. അതും ഇവിടെ ഭാഗ്യം, എന്തോ ഭാഗ്യം. ഞങ്ങൾ ചോക്കണം, വലിയ കലമൊക്കെ ചോക്കണുണ്ട്. ഇപ്പൊ ദൈവത്തിന് തോന്നിയുണ്ടാവും ബുദ്ധിമുട്ട് തീർത്ത് കൊടുക്കാന്ന്. അങ്ങനെ എൻ്റെ ഇളയ മോനൊക്കെ എളിക്ക വെച്ചിട്ട് പോയാണ് 2 കിലോമീറ്റർ ദൂരെ പോയാണ് ഞങ്ങൾ വെള്ളമൊക്കെ ചോന്നിട്ട് വന്നത്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മള് പിന്നെ കഷ്ടപ്പെടാതെ അപ്പൊ ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഇപ്പൊ ഇത് ഭക്ഷണം എല്ലാം വെളുപ്പിന് എനിക്ക് ശരിയാക്കിയിട്ട് ചേട്ടനെ ഇവിടെ കടയിലിരുത്തും. എന്നിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോകും. ജീവിക്കണ്ടേ, കടമുണ്ട്, അതുകൊണ്ടാണ്. കുറെ കടങ്ങളുണ്ട്. ഇരിക്കണ ഇരിപ്പടൊക്കെ കടത്തില. കാരണം ചേട്ടനെ ഒരു 6 കൊല്ലം മുന്നേ പാമ്പ് കടിച്ചു, അണലി കടിച്ചു. അപ്പൊ സ്ഥലം വെച്ചിട്ടാണ് ഞങ്ങള് ആളെ ചികിത്സിച്ചത്. മിഷനാശുപത്രിയിലായിരുന്നു. ആളെ കിട്ടില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളം പറഞ്ഞ അങ്ങനെ എല്ലായിടത്തും അറിയിച്ച്. പിന്നെ ഞങ്ങള് നേർച്ചയും വഴിപാടും മാതാവിന് നേർച്ചയും വഴിപാടും നേർന്ന് ആളെ കിട്ടി. ഒരു 3 ലക്ഷം രൂപ ആയി ആശുപത്രി തന്നെ, ചിലവ് കൂടാതെ, നമ്മുടെ ചിലവ് പോക്കുവരവ് കൂടാതെ ആശുപത്രി തന്നെ 3 ലക്ഷം രൂപയായി. പിന്നെ ഇതുവരെയ്ക്കും കടം തീർക്കാനും പറ്റിയുള്ള
പിന്നെ തമിഴന്മാരോട് പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കടയിലെ കാര്യങ്ങളൊക്കെ ആയാലും തമിഴന്മാർ ഇപ്പോഴും പൈസ തരുന്നുണ്ടോ? ആ അവർ തരും. പിന്നെ ഒരാഴ്ച ഇപ്പം ഇല്ലെന്ന് പറഞ്ഞാലും അതുങ്ങൾ പൊക്കോളും. ഇപ്പൊ ബാങ്കിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ബാങ്കിലെ ജപ്തിക്ക് കിടക്കാണ്. അപ്പൊ ജപ്തിയാണോ വീടൊക്കെ? വീടിന് ഇനിയിപ്പൊ 1 മാസം കഴിയുമ്പോ വീട് ജപ്തി ചെയ്യുന്ന പറഞ്ഞാണ് അത്. ഇപ്പൊ എന്താ ചെയ്യണേ? എന്നാലും ഇവിടുന്ന് കിട്ടിയാലും കാര്യമൊന്നുമില്ല. ഈ അടവുകാരിങ്ങനെ ആഴ്ചയിൽ 2 ദിവസം കണ്ടട്ടെ അടയ്ക്കാണ്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും അടവ് തന്നെയാണ്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ജീവിക്കണു. കഷ്ടപ്പാട് കുറേ അനുഭവിച്ചു. ഇവിടെ എൻ്റെ വീട് അങ്കമാലിക്ക് ഇവിടെ വന്നിട്ട് തന്നെ കുറേ കഷ്ടപ്പാട് അനുഭവിച്ചു. അപ്പം അങ്ങനെ ചേട്ടനെ രക്ഷപ്പെട്ട് കിട്ടി. കുറേ നേർച്ചയും വഴിപാടും വേളാങ്കണ്ണിക്ക് മാതാവിൻ്റെ അടുത്ത് നേർന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. രക്ഷപ്പെട്ട ആളെ കിട്ടി. മരിച്ചു എന്ന് പറഞ്ഞതാ. ഈ റോട്ടിൽ വെച്ചാ പാമ്പ് കടിച്ചത്. അങ്ങനെയൊക്കെ ഇരിക്കണു ഇപ്പം. ഇപ്പോഴും നമുക്ക് കടവും കാര്യങ്ങളും തന്നെ ഇവിടെ നിന്ന് കിട്ടിയാലും കാര്യമൊന്നുമില്ല. അത് അണ്ണന്മാർക്ക് കൊടുക്കാനൊക്കെ ഉള്ളൂ. കടത്തിലേക്ക് പോകാനുള്ളതേ ഉള്ളൂ. പിന്നെ എന്താ ചെയ്യണേ? ജീവിക്കാതെ പറ്റുമോ അല്ലേ? ദൈവം തന്ന ജീവൻ അങ്ങനെ കളയാനും പറ്റുമോ നമുക്ക്? ദൈവം വിളിക്കട്ടെ.